Module 1 Introduction to Management. Difference between administration and management. First വരുന്നത് on the basis of nature. Administration is a determinative or thinking body. നമ്മൾക്കറിയാം അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് തിങ്കിങ് ബോഡിയാണ്, അല്ലെങ്കിൽ പോളിസി മേക്കിംഗ് ബോഡിയാണ് നമ്മൾക്ക് പറയാം. സോ മാനേജ്മെൻറ്റ് അവിടെ വരുന്നത് എക്സിക്യൂട്ടീവ് ബോഡിയാണ്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി പ്രിപ്പയർ ചെയ്യുന്ന, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷൻ പ്രിപ്പയർ ചെയ്യുന്ന, അവരെ ഡിറ്റർമൈൻ ചെയ്യുന്ന കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് മാനേജ്മെൻറ്റാണ്. Then scope, administration, it laid down the major objectives and policies. Objectives and policies formulate ചെയ്യുന്നത് administration ആണ്. Then implementation of those policies are done by management. Then next ആണ് level. It is top level management function ആണ് administration എന്നാണ് പറയുന്നത്. Then management എന്ന് പറയുന്നത് മിഡിൽ ആൻഡ് ലോവർ ലെവൽ ഫംഗ്ഷൻ ആണ്. കാരണം മിഡിൽ ലെവലിലും അതുപോലെ ലോവർ ലെവലിലും ആണ് കൂടുതൽ മാനേജ്മെൻറ്റ് വേണ്ടത്. അവിടെയാണ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്ക് ചെയ്യുന്നത്. സോ മാനേജ്മെൻറ്റ് വേണ്ടത് അവിടെയാണ്. പോളിസി മേക്കിംഗ് എന്ന് പറയുന്നത് അവിടെ, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി എന്ന് പറയുന്നത് അതവിടെ പോളിസി മേക്കിംഗ് മാത്രമേ ചെയ്യുന്നുള്ളൂ. സോ അവിടെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലാണ് മെയിനായിട്ട് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യേണ്ടത്. സോ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് പോളിസി മേക്കിംഗ് ആണ്. സോ ടോപ്പ് ലെവൽ ഫംഗ്ഷൻ ആണ്. ദെൻ ഇൻഫ്ലുവൻസ് മെയിൻലി ബൈ പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് അതർ ഔട്ട്സൈഡ് ഫോഴ്സസ്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് പോളിസി മേക്കിംഗ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് മെയിനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പബ്ലിക് ഒപ്പീനിയൻസും അതുപോലെ തന്നെ ഔട്ട്സൈഡ് ഫോഴ്സസ്, ദാറ്റ് ഇസ് ഓർഗനൈസേഷൻ്റെ എക്സ്റ്റേണൽ ഫോഴ്സസിനെയും റിലേറ്റ് ചെയ്തിട്ടാണ് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. ദെൻ മാനേജ്മെൻറ്റ് ഇൻഫ്ലുവൻസ് മെയിൻലി ബൈ ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് പോളിസീസ് ഓഫ് ഓർഗനൈസേഷൻ. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ചെയ്യുന്ന കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഓർഗനൈസേഷൻ്റെ പോളിസീസിനെയും ഒബ്ജക്റ്റീവ്സിനെയും ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ദെൻ മെയിൻ ഫങ്ഷൻസ്. പ്ലാനിങ് ആൻഡ് കൺട്രോൾ ആണ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്ന മെയിൻ ഫങ്ഷൻസ്. മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ഫങ്ഷൻസ് ഡയറക്റ്റിംഗ് ആൻഡ് ഓർഗനൈസിങ് ആണ്, കാരണം അവിടെ ഹ്യൂമൻ ബീയിങ്സ് വരുന്നത് കൊണ്ട്. നെക്സ്റ്റ് സ്കിൽസ് റിക്വയർഡ്. കോൺസെപ്ഷ്യൽ ആൻഡ് ഹ്യൂമൻ സ്കിൽസ് ആണ് അഡ്മിനിസ്ട്രേഷനിൽ വേണ്ടത്, കാരണം പോളിസി മേക്കിംഗ് ആണ്. സോ കോൺസെപ്ച്വലൈസേഷൻ അല്ലെങ്കിൽ തിങ്കിങ് ആണ് അവിടെ മെയിനായിട്ട് ചെയ്യുന്നത്. ദെൻ മാനേജ്മെൻറ്റിൽ വരുമ്പോൾ ഇറ്റ് റിക്വയർസ് ടെക്നിക്കൽ ആൻഡ് ഹ്യൂമൻ സ്കിൽസ്. അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് മെയിനായിട്ട് എക്സിക്യൂഷൻ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ ആണ് അവിടെ ചെയ്യുന്നത്. സോ അവിടെ ഹ്യൂമൻ എഫേർട്സ് ആണ് മെയിൻ വരുന്നത്. സോ ടെക്നിക്കൽ സ്കില്ലാണ്, അതുപോലെ ഹ്യൂമൻ സ്കില്ലും ടെക്നിക്കൽ സ്കില്ലുമാണ് അവിടെ ആവശ്യമുള്ളത്. ദെൻ യൂസേജ്, ഇറ്റ് മെയിൻലി യൂസ്ഡ് ബൈ ഗവൺമെൻറ് ആൻഡ് പബ്ലിക് സെക്ടർ. ഗവൺമെൻറ് പോളിസി മേക്കിംഗ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. സോ ഗവൺമെൻറ് ആണ് മെയിനായിട്ട് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ അവിടെയാണ് യൂസ് ചെയ്യുന്നത്. ദെൻ മാനേജ്മെൻറ്റ് ഏത് ബിസിനസ് ഓർഗനൈസേഷനിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ റിപ്പോർട്ട്, ഇറ്റ് ക്യാൻ ഡിമാൻഡ് എ റിപ്പോർട്ട് ഓൺ ദ ഫംഗ്ഷനിങ് ഓഫ് ആൻ എൻ്റർപ്രൈസ്. ഒരു എൻ്റർപ്രൈസിൻ്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ റിപ്പോർട്ട് വാങ്ങിക്കാൻ അല്ലെങ്കിൽ റിപ്പോർട്ട് ഡിമാൻഡ് ചെയ്യാനുള്ള റൈറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിക്കുണ്ട്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റിന് എന്താണുള്ളത്? ഈ പറയുന്ന അവർ ചോദിക്കുന്ന അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷൻ ചോദിക്കുന്ന റിപ്പോർട്ടുകൾ അവർക്ക് എല്ലാ കാര്യങ്ങളും, എൻ്റർപ്രൈസിൻ്റെ എല്ലാ കാര്യങ്ങളും ഫംഗ്ഷനിങ്ങിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ അതിനുള്ള റെസ്പോൺസിബിലിറ്റി മാനേജ്മെൻറ്റിനാണ്. ദെൻ സ്റ്റാറ്റസ് ഹയർ ലെവൽ ഓഫ് മാനേജ്മെൻ്റ് ആണ്. ദെൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ലോവർ ലെവൽ മാനേജ്മെൻ്റ് ആണ്. സോ ബിക്കോസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് പോളിസി മേക്കിംഗ് ആണ്, അത് ടോപ്പ് ലെവൽ ചെയ്യുന്ന ഫംഗ്ഷനാണ്. സോ അത് ഹയർ ലെവൽ ഫംഗ്ഷനാണ്. മാനേജ്മെൻറ്റ് എന്ന് ചെയ്യുന്നത് മെയിനായിട്ട് മാനേജ് ചെയ്യേണ്ടത് ലോവർ ലെവലിലെ എംപ്ലോയീസിനെയാണ്. സോ അവിടെയാണ് മാനേജ്മെൻറ്റ് വേണ്ടത്. സോ അത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ഫംഗ്ഷനാണ്. ഇത്തരം കാര്യങ്ങളാണ് ഡിഫറൻസിയേഷനിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് ഇസ് എ സയൻസ് കൺസിസ്റ്റിംഗ് ഓഫ് സർട്ടൻ പ്രിൻസിപ്പിൾസ്. നമ്മൾ പറഞ്ഞു മാനേജ്മെൻറ്റ് ഇസ് എ സയൻസ് പറഞ്ഞപ്പോൾ അതിൽ കുറേ പ്രിൻസിപ്പിൾസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ദെൻ എ പ്രിൻസിപ്പിൾ ഇസ് എ ഫണ്ടമെൻ്റൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ട്രൂത്ത്. എ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യം ചെയ്ത് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് അത് ഒരു കറക്റ്റ് ഒരു സയൻസായിട്ട് അതിനെ അംഗീകരിക്കുന്നത് റിപ്പീറ്റ് ചെയ്യുന്തോറും സെയിം റിസൾട്ട്സ് കിട്ടുമ്പോൾ ആണ് അത് ഒരു ട്രൂത്താണ്, അല്ലെങ്കിൽ അത് സയൻസ് ആണ്, അല്ലെങ്കിൽ യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിൻസിപ്പിളായിട്ട് അതിനെ ഫോർമുലേറ്റ് ചെയ്യുന്നത്. Then it establishes a cause and effect relationship between two or more variables. The principles of management are the results of managers' experience over a long period of time. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? മാനേജേഴ്സിൻ്റെ ലോങ് ലൈഫിൽ അല്ലെങ്കിൽ ലോങ് പീരീഡിൽ അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പ്രിൻസിപ്പിൾസ് ഫോർമുലേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അവരുടെ ലോങ് ടൈം എക്സ്പീരിയൻസിൽ ഇന്നൊരു കാര്യം അവർക്ക് എല്ലാ മാനേജ്മെൻറ്റ് എല്ലാ ഇയറിലും ഇത് തന്നെ സെയിം അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾക്കൊരു പ്രിൻസിപ്പിളായിട്ട് ഫോർമുലേറ്റ് ചെയ്യാം. Then principles may be either descriptive or prescriptive. A principle is descriptive if it simply describes a relationship between the variables. It is prescriptive if it indicates what should be done in a given situation. Then management principles descriptive ഉണ്ട്, അതുപോലെ prescriptive ഉണ്ട്. Descriptive എന്ന് പറയുന്നത്
മാനേജ്മെൻറ്റ് അവിടെ രണ്ടോ അതിലധികമോ വേരിയബിൾസിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ആ വേരിയബിൾസിൻ്റെ ഡിപ്പെൻഡൻസ് അതിൻ്റെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്നുള്ളതാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയാം. ദെൻ ഒരു പ്രിൻസിപ്പിൾ പ്രിസ്ക്രിപ്റ്റീവ് ആവുന്നത് എപ്പോഴാണ്? ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ നമ്മൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾക്ക് പ്രിസ്ക്രിപ്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയാം. Then, over the years, a number of principles of management have been suggested by Henry Fayol, F.W. Taylor, Max Weber, and many other management scholars. These principles are only guides to action for the benefit of managers, not rules and so not rigid. അപ്പോൾ പല പ്രിൻസിപ്പിൾസും പല ഓതേഴ്സും സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹെൻറി ഫയോള്, F.W. ടൈലർ, അതുപോലെ മാക്സ് വെബർ, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് മാനേജ്മെൻറ്റ് സ്കോളേഴ്സ് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. സോ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഒരു ഗൈഡാണ്. നമ്മൾ മാനേജേഴ്സിനുള്ള ഒരു ഗൈഡാണ് ഈ പറയുന്ന പ്രിൻസിപ്പിൾസ്. നമ്മുടെ ഓർഗനൈസേഷനിൽ നമുക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് മാനേജേഴ്സിന് അതൊരു ഗൈഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഒരു മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളത് പഠിക്കാനും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഇൻഫർമേഷനാണ് ഈ പ്രിൻസിപ്പിൾസ് നമ്മൾക്ക് തരുന്നത്. അത് ഒരു റൂൾസ് അല്ല, അതുപോലെ തന്നെ റിജിഡായിട്ടുള്ള റൂൾസ് അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം എന്നുള്ളതല്ല, അത് നമ്മൾക്കൊരു ഗൈഡായിട്ട് യൂസ് ചെയ്യാവുന്ന പ്രിൻസിപ്പിൾസാണ് ഇതിലൂടെ തരുന്നത്. ദെൻ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്. ഇനി ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള നീഡ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് പറയുന്നത് ഇറ്റ് ഇൻക്രീസസ് എഫിഷ്യൻസി. എ പ്രിൻസിപ്പിൾ പ്രൊവൈഡ് ഗൈഡ് ലൈൻ ഫോർ ദ ആക്ഷൻ ഓഫ് മാനേജേഴ്സ്. ദേ ഹെൽപ്പ് ടു സേവ് ടൈം ആൻഡ് എഫേർട്ട് ഇൻ സോൾവിങ് മാനേജറിയൽ പ്രോബ്ലംസ്. ദേ ഓൾസോ ഹെൽപ്പ് ടു റിഡ്യൂസ് റിസ്ക് ആൻഡ് ടു ഇംപ്രൂവ് എഫിഷ്യൻസി. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനായിട്ട് മാനേജിങ് പ്രിൻസിപ്പിളിലൂടെ സാധിക്കും. കാരണം ഏതൊരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യണം, ഏത് രീതിയിൽ ഓർഗനൈസേഷനിലെ ആക്ടിവിറ്റീസ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഗൈഡ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് റിസ്ക് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ഓർഗനൈസേഷനിലെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ടു ക്രിസ്റ്റലൈസ് ദ നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ്. The theory of management provides a useful framework for the education and training of managers. Without principles, such education and training will be dangerous. ദെൻ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എങ്ങനെയാണ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, മാനേജേഴ്സിന് എങ്ങനെയാണ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് കൊടുക്കേണ്ടത്, ഏത് രീതിയിലുള്ള അല്ലെങ്കിൽ ഏത് ബേസസ് ആണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് തിയറീസിനെ കുറിച്ചാണ് അവർക്ക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു നല്ല ക്രിസ്റ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോമാറ്റ് നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രിൻസിപ്പിൾസ് ഇല്ലാതെ ഒരിക്കലും നമ്മൾക്ക് മാനേജ്മെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ മാനേജേഴ്സിന് നല്ല രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കേണ്ടത് ഏത് ബേസിസിലുള്ള ട്രെയിനിങ് ആണ് എഡ്യൂക്കേഷനാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഫോമാറ്റ് നമ്മൾക്ക് കിട്ടുന്നുണ്ട്. Then to train and develop managers. Management principles are necessary to train and develop future managers. ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ മാനേജേഴ്സിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് അവർ ഈ പ്രിൻസിപ്പിൾസ് അറിഞ്ഞിരിക്കണം. മാനേജ്മെൻറ്റ് ഏതൊക്കെ രീതിയിൽ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാം, അവിടെ എന്ത് രീതിയിലുള്ള കോർഡിനേഷനാണ് ആവശ്യം, അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട്. Then to influence human behavior. Principles help a manager to handle the workers efficiently. For instance, manager can coordinate the effort of his subordinates by following the principles of unity of direction. ഇതിൽ പറയുന്നത് വർക്കേഴ്സ് എഫിഷ്യൻ്റായിട്ട് വർക്കേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് മാനേജറിന് ഇതിലൂടെ സാധിക്കും. ദാറ്റ് മീൻസ് പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ പ്രിൻസിപ്പിളിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഏത് രീതിയിലാണ് വർക്കേഴ്സിനെ ഡയറക്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ യൂണിഫോമായിട്ട് ഒരേ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സിംഗിൾ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഡയറക്റ്റ് ചെയ്ത് ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷനിൽ പറയുന്നത്. സോ ഈ ഒരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തുകൊണ്ട് എങ്ങനെ സബോർഡിനേറ്റ്സിൻ്റെ എഫേർട്സിനെ കോർഡിനേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ മാനേജറിന് കിട്ടുന്നുണ്ട്. ദെൻ ഫിഫ്ത്ത് വൺ ടു ഇംപ്രൂവ് റിസർച്ച്. Principle encourages the students of management to take up several research projects to test the validity of various hypotheses of management. Then principles of management കൊണ്ട് സ്റ്റുഡൻസിന്, അതായത് റിസർച്ച് ചെയ്യുന്ന സ്റ്റുഡൻസിന് ഏത് രീതിയിലുള്ള ഹൈപ്പോത്തസിസ്, ഏതൊക്കെ വെറൈറ്റി ഓഫ് ഹൈപ്പോത്തസിസ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഹൈപ്പോത്തസിസ് വെച്ചിട്ട് എങ്ങനെയൊക്കെ നമ്മുടെ ഓർഗനൈസേഷൻ്റെ സ്റ്റഡീസ് നടത്താം എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദെൻ 61 ടു അറ്റെയിൻ social objective. A competent management uses principles of management. This result in improvement of quality of life of people. ദെൻ ഒരു കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ്, നല്ലൊരു മാനേജ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നുണ്ടാവും. അതിലൂടെ ഓർഗനൈസേഷൻ്റെ ഫുൾ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാനും അവിടെ വർക്കേഴ്സിന് നല്ല രീതിയിലുള്ള മോട്ടിവേഷൻ കൊടുക്കാനും അവർക്ക് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻസെൻറ്റീവ്സ് ഒക്കെ കൊടുത്തുകൊണ്ട് അവിടെ വർക്ക് ചെയ്യുന്നവരുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യിക്കാനും സാധിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് ഇൻക്രീസസ് എഫിഷ്യൻസി, ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്താൽ സാധിക്കും.
ദെൻ ടു ക്രിസ്റ്റലൈസ് ദ നേച്ചർ ഓഫ് മാനേജ്മെൻറ്റിൽ ഏത് രീതിയിലുള്ള എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് മാനേജേഴ്സ് കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു നല്ല ക്രിസ്റ്റലൈസ്ഡ് ഫോമാറ്റ് നമ്മൾക്ക് കിട്ടുന്നുണ്ട്. ദെൻ ടു ട്രെയിൻ ആൻഡ് ഡെവലപ്പ് മാനേജേഴ്സിന് നല്ല രീതിയിൽ പ്രിൻസിപ്പിൾസ് ബേസ് ചെയ്തുകൊണ്ട് അവർക്ക് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കും. ദെൻ ടു ഇൻഫ്ലുവൻസ് ഹ്യൂമൻ ബിഹേവിയേഴ്സിനെ ഏത് രീതിയിൽ കോർഡിനേറ്റ് ചെയ്യണം, അവരുടെ ഓരോ ആക്ടിവിറ്റീസിനനുസരിച്ചും ഏത് രീതിയിൽ അവരെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം, ഡയറക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ദെൻ ടു ഇംപ്രൂവ് റിസർച്ച് ചെയ്യുന്ന സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിൽ ഇംപ്രൂവ് അവരുടെ പ്രിൻസിപ്പിൾസിനെ കുറിച്ചുള്ള നോളജും അതുപോലെ തന്നെ അവർക്ക് വേരിയസ് ഹൈപ്പോത്തിസിസുകൾ ടെസ്റ്റ് ചെയ്യാനും സാധിക്കും ഇതിലൂടെ. ദെൻ ടു അറ്റൈൻ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഇൻക്രീസസ് നമ്മുടെ വർക്കേഴ്സിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, സൊസൈറ്റിയുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും അവിടെ ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്. ഫസ്റ്റ് വരുന്നത് യൂണിവേഴ്സൽ. നമ്മൾക്കറിയാം യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ് ഈ പറയുന്ന മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്. സോ ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ആൻഡ് നോൺ ബിസിനസ് ഓർഗനൈസേഷനും ഇത് യൂസ് ചെയ്യാം. ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സർവീസ് മോട്ടീവ് അല്ലാതെ പ്രോഫിറ്റ് മോട്ടീവിന് വേണ്ടി ചെയ്യുന്ന ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഓർഗനൈസേഷൻസിനെയാണ് നമ്മൾ ബിസിനസ് ഓർഗനൈസേഷൻസ് എന്ന് പറയുക. അതിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നോൺ ബിസിനസ് ഓർഗനൈസേഷൻസ്, ദാറ്റ് മീൻസ് ചാരിറ്റബിൾ ആയിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷൻസിലും മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഏത് ടൈപ്പ് ഓഫ് മാനേജ്മെൻറ്റിലും നമ്മൾക്ക് ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഡൈനാമിക്. ദാറ്റ് മീൻസ് പ്രിൻസിപ്പിൾസ് റിജിഡ് അല്ല, സ്റ്റാറ്റിക് അല്ല, അതുപോലെ തന്നെ അത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ഓരോ മാനേജ്മെൻറ്റിൻ്റെ നേച്ചർ അതിൻ്റെ ചേഞ്ചസ് അനുസരിച്ച് അല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് നമ്മളുടെ ഓർഗനൈസേഷൻ്റെ കണ്ടീഷൻസ് അനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു റൂളൊന്നും അല്ല. സോ അതുകൊണ്ട് തന്നെ അത് ഡൈനാമിക് ആണ്. ദെൻ റിലേറ്റീവ്. പ്രിൻസിപ്പിൾസ് ആർ റിലേറ്റീവ് ഇൻ നേച്ചർ. ദേ ക്യാൻ either absolute or stable for all time to come. They are to be applied according to the requirement of an organization. ഓർഗനൈസേഷൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എല്ലാം നമ്മളുടെ ടൈം അനുസരിച്ച് അല്ലെങ്കിൽ നമ്മളുടെ കൺവീനിയൻസ് അനുസരിച്ച് നമ്മൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ. ദെൻ ഹ്യൂമൻ നേച്ചർ. ബിക്കോസ് ഹ്യൂമൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്നത് കോംപ്ലെക്സ് ആണ്. നമ്മൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അവരുടെ തിങ്കിങ്, അവരുടെ തോട്ട്സ്, അവരുടെ കണ്ടീഷൻസ്, അവരുടെ ബിഹേവിയർ എല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ ഓർഗനൈസേഷനിൽ ഈ പറയുന്ന ഹ്യൂമൻ ബിഹേവിയറിനനുസരിച്ച് നമ്മൾക്കിത് യൂണിഫോം ആക്കിയിട്ട് നമ്മളുടെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ഇതിൽ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾക്ക് അവരുടെ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. ദെൻ കെയർഫുൾ ആപ്ലിക്കേഷൻ. Management principle must be applied very carefully depending on the organization requirements and the situational demands. നമ്മൾ പറഞ്ഞു എല്ലാ ഓർഗനൈസേഷൻ്റെയും നേച്ചറും കണ്ടീഷൻസും ഡിഫറെൻ്റ് ആയിരിക്കും. സോ അതിനനുസരിച്ച് ഉള്ള രീതിയിലുള്ള പ്രിൻസിപ്പിൾസ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്തിട്ടായിരിക്കണം നമ്മൾ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ഓരോ ഓർഗനൈസേഷനിലും അപ്ലൈ ചെയ്യേണ്ടത്. ദെൻ ലാക്ക് ഓഫ് യുനാനിമിറ്റി. ദെൻ ഇവിടെ പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ലാക്ക് യുനാനിമിറ്റി. ഡിഫറെൻറ്റ് സ്കോളേഴ്സ് ഹാവ് ഡിഫറെൻറ്റ് വ്യൂസ് ഓൺ വേരിയസ് ആസ്പെക്ട്സ്. ഫോർ ഇൻസ്റ്റൻസ്, Henry Fayol suggested unity of command, where one person is answerable to one boss. On the other hand, F.W. Taylor advocated functional foremanship, where one subordinate will be accountable to many experts. Then ഈ പ്രിൻസിപ്പിൾസ്, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് യൂണിഫോം അല്ല. പല ഓതേഴ്സും പല ടൈപ്പ് ഇതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഹെൻറി ഫയോളിൻ്റെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളിൽ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. അതിൽ ഒരു പേഴ്സൺ ഒരു ബോസിനോട് മാത്രമേ അക്കൗണ്ടബിൾ ആവാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അവിടെ ക്ലാഷ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് യൂണിറ്റി ഓഫ് കമാൻഡിൽ മെയിനായിട്ട് പറയുന്നത്. പക്ഷേ F.W. ടൈലർ എന്നുള്ള ഓതർ അവരുടെ പ്രിൻസിപ്പിളായിട്ടുള്ള ഫങ്ഷണൽ ഫോമാൻഷിപ്പ് എന്നുള്ള പ്രിൻസിപ്പിളിൽ പറയുന്നത് വൺ സബോർഡിനേറ്റ് വിൽ ബി അക്കൗണ്ടബിൾ ടു മെനി എക്സ്പേർട്ട്. ഒരു സബോർഡിനേറ്റിന് പല ബോസുകളും ആവാം, അല്ലെങ്കിൽ പല ബോസുകളിൽ നിന്നുള്ള റിക്വയർമെൻറ്റ്സ് ഇവർക്ക് സ്വീകരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഇൻസ്ട്രക്ഷൻസ് സ്വീകരിക്കാം എന്നുള്ളതാണ് ഫങ്ഷണൽ ഫോമാൻഷിപ്പിൽ പറയുന്നത്. സോ ഒരേ രീതിയിൽ തന്നെയാണ്, പക്ഷേ രണ്ടും ഡിഫറെൻറ്റ് വേസിൽ, രണ്ടും ഒരു സിംഗിൾ പേഴ്സൺ അല്ലെങ്കിൽ ഒരു സബോർഡിനേറ്റ് ഏത് രീതിയിൽ വർക്ക് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഒരു ഓതർ പറയുന്നത് ഒരു ബോസിനോട് മാത്രമേ ഒരു പേഴ്സൺ അക്കൗണ്ടബിൾ ആവാൻ പാടുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ സെക്കൻഡ് ഓതർ പറഞ്ഞിരിക്കുന്നത് ഒരു പേഴ്സണ് അല്ലെങ്കിൽ ഒരു സബോർഡിനേറ്റിന് പല ബോസുകളിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻസ് സ്വീകരിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അത് യൂണിഫോം അല്ല. സോ ഇത്രയുമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.